بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അംബിയ 29-30 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വമൻ യഖുൽ, ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യഖുൽ, യഖുൽ എന്നതിൽ ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫായതുകൊണ്ട് അതിന് തഫ്ഖീം നൽകണം. നിസ്ബിയായ തഫ്ഖീം, മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം നൽകി അതിനെ ഉച്ചരിക്കുക. വമൻ യഖുൽ മിൻഹും, മിൻഹും എന്നതിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഈ പദത്തിൽ തന്നെ സാക്കിനത്തായ മീം വന്നിട്ടുണ്ട്, അതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. രണ്ട് ഇൽഹാറുമുള്ള ഒരു പദമാണിത്. മിൻഹും ഇന്നി, ഇന്നി ഇതിൽ നൂൻ മുഷദ്ദദയെ ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇന്നി ഇല, ഇന്നി ഇതിലുള്ള യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകുക. ഇലഹും മിൻ ദൂനി, ഇതിൽ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ ദൂനിഹി ഇതിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ദൂനിഹി ഫദാലിക, മിൻ ദൂനിഹി എന്നതിലെ അന്ത്യത്തിൽ വന്ന ദ്വമീറിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള മദ്ദുസ്സിലത്തി സുഗ്റ നൽകി ദീർഘിപ്പിക്കണം. മിൻ ദൂനിഹി ഫദാലിക നജ്സീഹി ജഹന്നം, നജ്സീഹി ഇതിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. നജ്സീഹി അന്ത്യത്തിൽ വന്ന ദ്വമീറിന് ദീർഘം വരുന്നില്ല, കാരണം അതിൻ്റെ തൊട്ടു മുമ്പിൽ സാക്കിനത്തായ യാ വന്നതാകുന്നു. നജ്സീഹി ജഹന്നം, ജഹന്നം ഇതിലുള്ള നൂൻ മുഷദ്ദദയെ മണിക്കുക, 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ഉന്നത്ത് നൽകി ജഹന്നം എന്ന് ഉച്ചരിക്കുക. കദാലിക നജ്സി ളാലിമീൻ, നജ്സി വീണ്ടും വരുന്നു, ജീമിൻ്റെ സുക്കൂനിനെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. അദ്ദാലിമീൻ എന്നതിൽ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ അലിഫിനും തഫ്ഖീം നിലനിൽക്കുന്നതാണ്. അദ്ദാലിമീൻ ഇവിടെ നാം സൂചിപ്പിച്ചു ഖാഫിന് തഫ്ഖീം കൊടുക്കണം എന്ന്. അതുപോലെ അന്ത്യത്തിൽ വന്ന വാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം. ഇവ അല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇസ്തിഅലാഇൻ്റെ നേർവിപരീതമാണ് ഇസ്തിഫാൽ, മുമ്പ് വിശദമായി സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോൾ എല്ലാ ഹർഫുകളും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് സിഫത്തുകൾ പൂർത്തിയാക്കി നൽകി വ്യക്തമാക്കി ഉച്ചരിക്കുക. ശേഷം അവലം യറല്ലദീന കഫറൂ, അവലം ഇതിൽ വന്ന സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. യറ എന്നതിൽ റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് യാഇനെ സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. യറല്ലദീന കഫറൂ, കഫറൂ എന്നതിലെ റാഇനും തഫ്ഖീം നൽകേണ്ടതാണ്. കഫറൂ ഇതിൽ വരുന്ന വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. അന്നസ്സമാവാതി നൂൻ മുഷദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്ന അസ്സമാവാതി വൽ അർദ, വൽ അർദ റാഇന് തഫ്ഖീം, ضادനും തഫ്ഖീം. ضاد ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്,
അതിന് സ്വന്തമായി ഇസ്തിത്വാല എന്ന സിഫത്തുമുണ്ട്. നാവിൻ്റെ സൈഡിൽ നിന്ന് നീളത്തിലാണ് അതിൻ്റെ മഖ്റജ്. ആ മഖ്റജ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരം എന്ന നിലക്കാണ് ഇസ്തിത്വാല എന്ന സ്വന്തമായ സിഫത്ത് അതിന് നൽകുന്നത്. വൽ അർദ കാനതാ റത്ഖാ കാനതാ റത്ഖൻ. ഇവിടെ റത്ഖൻ ഫഫതഖനാഹു, റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഹംസ് എന്ന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരമാണ്. ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളൊക്കെ തായിലുണ്ട്. റത്ത് എന്ന് പറയുക. റത്ത് എന്ന ശബ്ദം ഖൽഖല നൽകി ചലിപ്പിക്കരുത്. റത്ത് ഖൻ, ഖാഫിന് തഫ്ഖീമാണ്. എന്നാൽ ഖാഫിൻ്റെ തൻവീനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുകയും വേണം. മണിക്കലിൽ തർക്കീഖും വേണം. ശേഷമുള്ള ഫാ തർക്കീഖിൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട്. അപ്പോൾ റത്ത് എന്ന് ഉച്ചരിക്കുക. ഈ പദത്തിൽ ഖാഫിൻ്റെ സുക്കൂനിനെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുന്നതോടൊപ്പം ഖാഫിന് തഫ്ഖീമും കൊടുക്കണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഫ് ഉച്ചരിക്കുക. ഇതിൽ ലാമ് ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കേണ്ട ലാമാണ്. വജഅൽന എന്ന് നൂനിലേക്ക് ലയിപ്പിച്ചു പോകരുത്. വജഅൽന മിനൽ മാഇ, ഇതിലുള്ള ദീർഘം മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ, ഷൈഇൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. കുല്ല ഷൈഇൻ ഹൈ, ഹയ്യിൻ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹൈ 2 സുക്കൂൻ ഒരുമിച്ച് വരുന്നു. അഥവാ ഒരൽപ്പം ദീർഘമല്ല നൽകേണ്ടത്, മറിച്ച് ഒരു ശബ്ദത്തിനൊരു ദൗത്ത് നൽകിക്കൊണ്ട് ഒരൽപ്പം ഒരു മർദ്ദം നൽകി ഹൈ എന്നുച്ചരിക്കുക. ഹയ്യ് എന്ന് ശബ്ദം ചലിപ്പിക്കരുത്. ഹൈ എന്ന് ദീർഘവുമല്ല, മറിച്ച് കുല്ല ഷൈഇൻ ഹൈ ചേർത്തോതുമ്പോൾ ഹയ്യിൻ അഫല എന്ന് തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. കുല്ല ഷൈഇൻ ഹയ്യിൻ അഫല യുഅ്മിനൂൻ, യുഅ്മിനൂൻ അവിടെ യുഅ്മിനൂൻ എന്ന് അവ്യക്തമായി പോവാതെ ഹംസയെ കടുപ്പിച്ചുച്ചരിക്കുക. ഷിദ്ദത്തിൻ്റെ ഹർഫാകുന്നു ഹംസ. യുഅ്മിനൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون.